വർഷങ്ങളായിട്ട് മൈഗ്രെയിൻ അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് എപ്പോഴും ഫ്ലൈറ്റ് യാത്ര എന്ന് പറയുന്നത് ഒരു ദുരിതപൂർണ്ണമായിട്ടുള്ള ഓർമ്മയാണ്. ക്രിസ്മസ് കാലം അടുത്തു വരികയാണ്. വെക്കേഷനുകളും ടൂറുകളും വിദേശത്തുള്ള ആളുകൾ നാട്ടിലേക്ക് വരുവാനായിട്ട് ടിക്കറ്റുകൾ എടുക്കുന്ന സമയം കൂടിയാണിപ്പോൾ. ഈ സമയത്ത് നിങ്ങളൊരു ഫ്ലൈറ്റ് യാത്രയെ ഭയക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഫ്ലൈറ്റ് യാത്രയ്ക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് തലവേദന ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. പ്രധാനമായിട്ടും 3 കാരണങ്ങൾ കൊണ്ടാവാം നിങ്ങൾക്ക് ഫ്ലൈറ്റ് യാത്ര ഒരു പ്രശ്നമായിട്ട് തീരുന്നത്. ഒന്നാമതായിട്ട് ഭക്ഷണത്തിന്റെയും ഉറക്കത്തിന്റെയും സമയക്രമീകരണങ്ങൾ തെറ്റുന്നത്. രണ്ടാമതായിട്ട് എയർ പ്രഷറുള്ള വേരിയേഷൻ കാരണം ഇയർ ബാലൻസിന്റെ പ്രശ്നങ്ങളോ ഇയർ പ്രഷറിലുള്ള വേരിയേഷനോ കാരണം നിങ്ങൾക്ക് മൈഗ്രെയിൻ ട്രിഗറുകൾ ഉണ്ടാവുന്നുണ്ടാവാം. മൂന്നാമതായിട്ട് ഫ്ലൈറ്റിലും മറ്റ് യാത്രാ വേളകളിലും ഉണ്ടാകുന്ന അമിതമായിട്ടുള്ള തണുപ്പിനോടുള്ള എക്സ്പോഷർ കാരണം. ഇത്തരത്തിൽ ഫ്ലൈറ്റ് യാത്രയ്ക്ക് ഒരുങ്ങുന്ന നമ്മളുടെ രോഗികളോട് നമ്മളുടെ ഹെഡേക്ക് ഡ്രോപ്സ്, തലവേദന വരുമ്പോൾ മാത്രം കഴിക്കാൻ കൊടുക്കുന്ന മരുന്നുകൾ കൃത്യമായിട്ട് 1 മണിക്കൂർ മുന്നേ കഴിക്കുന്നത് അവർക്കെല്ലാം പ്രയോജനം നൽകുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. ഇത്തരത്തിൽ ഫ്ലൈറ്റ് യാത്രയ്ക്ക് ഒരുങ്ങുന്നതായിട്ടുള്ള രോഗികൾ തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതും കൃത്യസമയത്ത് എന്തെങ്കിലും കഴിക്കുന്നതിനായിട്ട് സ്നാക്സുകളെല്ലാം കയ്യിൽ കരുതുന്നതും ചെവിയിൽ ഇയർബഡ്സോ പഞ്ഞിയോ മറ്റോ വെക്കുന്നതും ഇത്തരത്തിലുള്ള ട്രിഗറിംഗ് ഫാക്ടറുകളെ തടയുവാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഒരു മൈഗ്രെയിൻ രോഗി എന്ന നിലയിൽ ഫ്ലൈറ്റ് യാത്രയിൽ നിങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ താഴെ കമന്റ് ചെയ്യുമല്ലോ.